വല്യപ്പച്ചനെ കാണാനെത്തിയ അലീനയെ കണ്ട് ഞെട്ടി റോബി. അങ്ങനെ നമ്മുടെ റീത്തയാണെങ്കിൽ കുളം കലക്കി മീൻ പിടിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് സ്റ്റാലിൻ്റെ വീട്ടിൽ തന്നെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ തനിക്ക് കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് ചിന്തിച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിനിടയിൽ സഹോദരങ്ങളാണെങ്കിൽ, അതായത് റീത്തയുടെ കേട്ടോ, അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് സ്റ്റാലിൻ്റെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. റീത്ത ചേച്ചി തന്നെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അവർ അറിയിച്ച് നമുക്കും ഒരു തീരുമാനത്തിലെത്താനുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരോട് സംസാരിച്ച് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു മുൻതൂക്കം കിട്ടിയാലോ. ആ റോബിയൊക്കെ നമ്മുടെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റോബിയെ ആര് വിളിക്കുന്നത്, റീത്താമ്മ വിളിക്കുകയാണ്. പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം റോബിയുടെ ഭാര്യ ഫോൺ അടിക്കുന്നത് കണ്ട് റോബിക്ക് എടുത്തു കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം റീത്ത ചേച്ചിയാണല്ലോ, എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി റോബി ഫോൺ എടുക്കുകയാണ് എന്ന് കാണാം. എന്താ ചേച്ചി കാര്യം, എന്താണ് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അത് പിന്നെ വേറെ ഒന്നുമല്ല, നീ വീട്ടിൽ നടക്കുന്ന വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. നിൻ്റെ ജ്യേഷ്ഠൻ്റെ തോന്നിവാസങ്ങൾ നീ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നു. ഈ സമയമാണെങ്കിൽ റോബി പറയുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു. അതായത് ചേട്ടൻ്റെ മകള് ആണെന്ന് പറഞ്ഞ് ആരോ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അപ്പച്ചൻ പോയി സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിഞ്ഞു എന്ന് പറയുകയാണ്. ഇതേ സമയം റീത്തയാണെങ്കിൽ നമ്മുടെ റോബിയോട് പറയാണ്, എടാ റോബി, ഇപ്പോൾ അവൾക്ക് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്നത്, അവളുടെ സൈഡിൽ നിൽക്കുന്നത് നിൻ്റെ അപ്പച്ചനായ ആ അറുതുകുട്ടി തന്നെയാണെന്ന് പറയുന്നു. അയാൾ അലീനയുടെ കൂടെ ഊര് മൊത്തം ചുറ്റിക്കറങ്ങി നടക്കുകയാണ് എന്നും റീത്ത പറഞ്ഞു വയ്ക്കുകയാണ്. അയാൾ ഓടിക്കാനൊന്നും ചെന്നതൊന്നുമല്ല. അയാളാണെങ്കിൽ അലീനയെ ചേർത്ത് നിർത്തി ഏതാണ്ട് ഒരു പേരക്കുട്ടിയുടെ സ്ഥാനം അവൾക്ക് കൊടുത്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതൊക്കെ റീത്ത ചേച്ചിയോട് ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ പാട്ടാണ് എൻ്റെ റോബി, എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ അതറിയാനായിട്ട് ഇത്ര പ്രയാസമൊന്നുമില്ലല്ലോ. അവിടെയുള്ള ജോലിക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ വെളിപ്പെടുത്തിയതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതായത് പറപ്പിക്കാൻ വന്ന ഹൗദക്കുട്ടിയെ പൂച്ചയാക്കിയ അലീനയെ പറ്റി അവിടെ എല്ലാവരും ഏതു നേരവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് റീത്താമ്മ വ്യക്തമാക്കുകയാണ്. ഇതാണോ എൻ്റെ റോബി നിൻ്റെ അപ്പൻ്റെ പാരമ്പര്യം, നിൻ്റെ അപ്പൻ്റെ അന്തസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചുകൊണ്ട് തന്നെ റോബിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഞാനിതിനെ പറ്റി സംസാരിക്കാം. ചേട്ടൻ്റെ തീരുമാനങ്ങൾ ആര് പറഞ്ഞാലും മാറ്റില്ല എന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. ഞാനെന്തായാലും അപ്പനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം, എന്നിട്ട് ചേച്ചിയെ ഞാൻ വിളിക്കാമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റൂബിയാണെങ്കിൽ നേരെ ചെന്ന് ഹൗദക്കുട്ടിയോട് ചോദിക്കുകയാണ്, അപ്പാ എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്, എന്തൊക്കെയാണ് ആ റീത്ത ചേച്ചി വിളിച്ച് പറയുന്നത്, എന്താണ് സംഭവം, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അപ്പൻ ഇതുവരെ പോയിട്ട് ഒന്നും വിശദീകരിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, എൻ്റെ മോനെ അതിൽ വിശദീകരിക്കാനൊന്നുമില്ല, ആ റീത്തയ്ക്ക് വട്ടാണ് എന്ന് നിനക്കറിയില്ലേ.
സത്യസന്ധമായും സന്തോഷത്തോടെയും പോകുന്ന കുടുംബത്തിൽ വിള്ളലുണ്ടാക്കുകയാണ് അവളുടെ ലക്ഷ്യമെന്ന് നിനക്കറിയാവുന്നതല്ലേ. അങ്ങനെ ഒരുത്തി വിളിച്ചു പറയുന്നതൊക്കെ നീ എന്തിനാണ് വിശ്വസിക്കാനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുന്നു. അവർ ചോദിക്കുന്നതും ന്യായമല്ലേ. അവരുടെ സഹോദരിയുടെ ജീവിതം നശിക്കുന്നത് കണ്ടിട്ടായിരിക്കും അവർ ഇടപെടുന്നത്. ഇപ്പോൾ എൻ്റെ സഹോദരിയുടെ ജീവിതത്തിൽ എന്ത് പറ്റിയാലും ഞാൻ ഇടപെട്ടാലേ മതിയാവുകയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ വേവലാതിയൊക്കെ കണക്ക് തന്നെയാണ്. സ്റ്റാൻലി അല്ലേ അവർക്ക് ചിലവിന് കൊടുക്കുന്നത്, അവൻ്റെ ചിലവിലല്ലേ അവർ ജീവിക്കുന്നത്, അവനിൽ നിന്നുമല്ലേ അവരെ അതായത് സ്റ്റാലിൻ്റെ ഭാര്യയെയും മക്കളെയും അടർത്തി എടുത്തു കൊണ്ടുപോയത്. എന്ത് കാര്യത്തിനാണെന്നൊന്നും ഇപ്പോൾ പറയേണ്ടതില്ലല്ലോ. ചെറിയ പ്രശ്നങ്ങൾ വരെ ഊതിക്കത്തിച്ച് വലിയ പ്രശ്നമാക്കി മാറ്റി സ്വന്തം സഹോദരിയെ അവരുടെ കൂടെ കൊണ്ടു നിർത്തുന്നത് അവർ തന്നെയല്ലേ എന്ന് വല്യപ്പച്ചൻ ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റൂബിയാണെങ്കിൽ അധികമൊന്നും പിന്നെ സംസാരിക്കുന്നില്ല കേട്ടോ. എൻ്റെ മോനെ, അവരുടെ ലക്ഷ്യം നമ്മളെയും സ്റ്റാലിനെയും തമ്മിൽ തല്ലിക്കുക, സ്റ്റാലിനെ ഒറ്റപ്പെടുത്തുക എന്നാണ്. എൻ്റെ ലാലിച്ചനെ എന്തായാലും ഞാൻ ഒറ്റപ്പെടുത്താനായിട്ട് പോകുന്നൊന്നുമില്ല. പിന്നെയുണ്ടല്ലോ അലീന, അവൾ എൻ്റെ പേരക്കുട്ടി തന്നെയാണ്. അവളെ ഞാൻ എൻ്റെ പേരക്കുട്ടിയായി അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതുമാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നും എൻ്റെ പേരക്കുട്ടിയായി അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. അച്ഛൻ, അതായത് അപ്പൻ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ, നീ വരുമ്പോൾ കണ്ടോളൂ, അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാലിൻ്റെ കൂടെ എന്നെ കാണാനായിട്ട് വരണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെന്നും ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അവൾ വരുമെന്നും പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിൻ്റെയും അലീനയുടെയും കാര്യം പറഞ്ഞ് നാവെടുക്കാതെ അലീനയും കൊണ്ട് സ്റ്റാലിൻ തൻ്റെ തറവാട്ടിലേക്ക്, തൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ അലീന കയറി വരുന്നത് കണ്ട റൂബിയാണെങ്കിൽ അലീനയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ ഞെട്ടി നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം എന്തുകൊണ്ടാണ് എല്ലാവരും പെട്ടെന്ന് അവളെ അംഗീകരിക്കുന്നതെന്ന് റോബിനും മനസ്സിലാക്കിയെടുക്കുകയാണ്. കൂടാതെ റോബിനും അലീനയുടെ പക്ഷത്തേക്ക് നിൽക്കുകയാണ് എന്ന് കാണാൻ കഴിയും.